പാതിരാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ 2 ഏത്തപ്പഴം ഒടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഏത്തപ്പഴം വെച്ചിട്ട് ഏത്തപ്പഴം നെയ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഏത്തപ്പഴമൊക്കെ എടുത്തു. നല്ല പഴുത്ത് കറുത്തിരിക്കുന്ന ഏത്തപ്പഴമാണ്. ഇതിൻ്റെ കുറച്ചും കൂടെ പഴുപ്പ് കുറഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ ഏത്തക്കാപ്പം ഉണ്ടാക്കിയത്. നെയ്യിൽ വഴറ്റി കഴിക്കാം. ഇവിടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളത്തേക്ക് ഞാൻ അപ്പം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്നെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അപ്പത്തിൻ്റെ പാനൊക്കെ എടുത്ത് അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗീ ബനാന റോസ്റ്റ് ഉണ്ടാക്കാം. ബയോ. അങ്ങനെ ഞാൻ ഏത്തപ്പഴമൊക്കെ അരിഞ്ഞ് നെയ്യിൽ പാനിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊന്ന് ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാഗി ഉണ്ടാക്കാൻ പോവാം. ആരെ മാഗി ഉണ്ടാക്കണേ? നമ്മളിട്ടുള്ള നൂഡിൽസിൻ്റെ പേരെന്താ കാണിക്കും. അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ബനാന ഫ്രൈ. സ്പൈസി ഗാർലിക് മാഗിയുടെ സ്പൈസി ഗാർലിക് നൂഡിൽസാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൽ ശർക്കര ആഡ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എഗ് പൗച്ച് ഉണ്ടാക്കുന്നു. പൗച്ചിങ് ഓഫ് എഗ്ഗോ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഹാർട്ട് വിത്ത് ബനാന. നോക്ക്. താങ്ക് യു. നോടിച്ചിട്ടല്ലോ. എൻ്റെ ഹാർട്ട് ബനാന നോക്ക് ഗൈസ്. എൻ്റെ ഹാർട്ട് ബനാന ആണ്. ഹാർട്ട് ബനാന റോസ്റ്റ് ഇവിടെ ശരിയായിട്ടും ഇവിടെ റെഡി ആയിട്ടില്ല. ഉണ്ടാക്കിയ ഐറ്റം എത്ര അടിപൊളിയായിരുന്നു ഇപ്പം മനസ്സിലായില്ലേ? നോക്ക് അല്ലേ?